ആ അനു, മോൻ്റെ കപ്പ് സിറപ്പ് വേണമെങ്കിൽ ഞാൻ വാങ്ങി കണ്ണൻ്റെ കൊടുത്തുവിടാം. വേണ്ട ഇന്ദ്രേട്ടാ, ഇന്ദ്രേട്ടൻ ഉച്ചയ്ക്ക് വരുമ്പോ കൊണ്ടുവന്നാ മതി. ശരി. ഇന്ദ്ര, സോനെ ഞാനേ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിക്കാൻ വിട്ടിട്ടുണ്ട്. അവള് വീട്ടിലിരുന്ന് മുരടിച്ചു പോകണ്ടല്ലോ. ആ, സോന ക്ലാസ്സിന് പോയ കാര്യം അനു പറഞ്ഞു. ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, കൃത്യസമയത്ത് എത്താൻ വേണ്ടി അവള് തിരക്കിട്ട് പോയതാ. അതുകൊണ്ടാണ് എന്നോട് പറയാതിരുന്നത്. എന്നോട് പറയുന്നത് എന്തിനാ? സോനയ്ക്ക് അവളുടെ അമ്മയും ഭർത്താവും ഒക്കെ ഇല്ലേ? അവൾ ചെയ്യുന്ന കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞിരുന്നാ മതി. ശ്യാമിന്റെ കാര്യം നിനക്കറിയാലോ. ട്രാവൽസിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊച്ചിന്റെ കാര്യങ്ങൾക്ക് പോലും തികയുന്നില്ല. അതുകൊണ്ടാ സോനയെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാക്കണമെന്ന് എനിക്ക് തോന്നിയത്. അത് നല്ല കാര്യമാണ്. ശ്യാമോള് കുറച്ച് വളർന്നില്ലേ? ഇനി അവളുടെ കാര്യം അമ്മയ്ക്ക് നോക്കാം. സോനയ്ക്ക് ബ്യൂട്ടീഷ്യനായിട്ട് എവിടെയെങ്കിലും വർക്കിനും പോവാം. ആ ആ ആ പിന്നെ വിച്ചുമോനെ ഈ വർഷം LKG ചേർത്താം. ഞാനും എന്തെങ്കിലും ജോലിക്ക് പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട് ഇന്ദ്രേട്ടാ. ആ, അങ്ങനെയാണല്ലോ. ആരെങ്കിലും ഒരു വഴിക്ക് രക്ഷപ്പെടാൻ നോക്കുമ്പോ ഉടനെ കണ്ണുകടിയായിട്ട് ചിലരിറങ്ങും. ഇതുവരെ ഇല്ലാത്ത അവളുടെ ഒരു പൂതി. അതെന്താ, അനുവിന് അതൊന്നും ആഗ്രഹിച്ചു കൂടുന്നാണോ? ഓ, ഇവള് ശ്രമിച്ച ഒരു കോഴ്സിനും പോവാതെ തന്നെ ഇവളുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കുള്ള ജോലി കിട്ടും. ഓ, ഞാനാ ഇതുവരെ അനുവിനെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നിർത്തിയത്. അത് തെറ്റായി പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. ആണോ? എന്നാ പിന്നെ നീ നിന്റെ ഭാര്യയെ കളക്ടർ ഉദ്യോഗത്തിന് വിടടാ. കുടുംബത്തിലെ ജോലി തീർത്തിട്ട് ഇവിടെ എന്ത് ജോലിക്ക് പോയാലും എനിക്കൊരു കുഴപ്പമില്ല. ഇന്ദ്രേട്ടന്റെ കടയിൽ പോകാറായില്ലേ? വെറുതെ സംസാരിച്ച സമയം കളയണ്ട. എന്തെങ്കിലും ആവശ്യമുള്ളതാണെങ്കിൽ കൊള്ളാം. നീ അവിടെ നിൽക്കിന്ദ്ര. ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാ ഞാനിപ്പോ സംസാരിച്ചു തുടങ്ങിയത്. പറയാൻ വന്നത് ഞാൻ പറഞ്ഞില്ല. അപ്പോഴേക്കും എവിടേക്കറിയ അഭിപ്രായം പറയാൻ വന്നില്ലേ? അമ്മേ, എന്താണെങ്കിലും ഒന്ന് പെട്ടെന്നാവട്ടെ. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. നീ ഒരു 10,000 രൂപ സോനയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കണം. ഇന്ന് എന്നെ കോഴ്സിന് അഡ്വാൻസ് കൊടുക്കണം. നീ എന്തിനാണ് അവളെ നോക്കുന്നേ? എടാ, നീ എനിക്ക് കാശ് തരാൻ അവളുടെ സമ്മതം വേണോ? സോനയെ ഫീസ് കൊടുക്കാൻ കാശില്ലാതെയാണോ കോഴ്സിന് ചേർത്ത്? ഇതെന്തൊരു ചോദ്യമാടാ? ശ്യാമിന്റെ അവസ്ഥ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. അവന്റെ കയ്യിലില്ലാത്ത സോനയുടെ കയ്യിലുണ്ടാവുമോ? നീ നിന്റെ അനിയത്തെ സഹായിക്കുന്ന ഞാൻ ഉറപ്പ് കൊടുത്തോണ്ടാ ശ്യാം കോഴ്സിന് പോകാൻ സോനയെ അനുവദിച്ചു പോലും. ഇതൊക്കെ തീരുമാനിക്കുന്ന മുമ്പേ എന്നോടൊന്നും ചോദിച്ചൂടെ? ഈ പെട്ടെന്ന് 10,000 രൂപയ്ക്ക് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ നിർത്തരും? ഞാൻ പണ്ട് നിന്നോട് ചോദിച്ചിട്ടല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. ഞാൻ നിന്റെ അനിയനും അനിയത്തിക്കും വേണ്ടി എന്തു പറഞ്ഞാലും നീ അത് സാധിച്ചു കൊടുക്കാറുമുണ്ട്. അല്ല, ഇനി അങ്ങനെ തുടരാൻ നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് പറഞ്ഞാ മതി. ഞാൻ വേറെ വഴി നോക്കിക്കോളാം. ബുദ്ധിമുട്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറ്റാതെ വരും. ഇന്ദ്രേട്ടാ, എന്റെ കയ്യിലിരിക്കുന്ന ഈ വള കൊണ്ടുപോയിക്കോ. ഇത് പണയം വെച്ച് 10,000 രൂപ സോനയുടെ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താൽ പ്രശ്നം തീരുമല്ലോ. അതൊന്നും വേണ്ട. ഇനി ആ വളകൂടയിൽ ബാക്കിയുള്ളൂ. അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ഞാൻ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കാം. ഉച്ചയ്ക്ക് മുമ്പ് ഇട്ട് കൊടുത്തേക്കാം. ശരിയാണ്.
ആമി എന്ന് പറയുന്ന കുട്ടി ഇവിടെയല്ലേ വർക്ക് ചെയ്യുന്നത്? ദാ അവിടെയുണ്ട്. അവിടെയോ? ആ. ആമി, രഘുവേട്ടൻ. ആമി, പേടിക്കണ്ട, ഞാൻ വഴക്കുണ്ടാക്കാനൊന്നും വന്നതല്ല. രഘുവേട്ടൻ എന്താ ഇവിടെ? തങ്കച്ചി മാഡത്തിനെ കണ്ടപ്പോഴാ ആമി ഇപ്പോ ഇവിടെ ജോലി ചെയ്യാനെന്ന് അറിഞ്ഞത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ എനിക്കും മോൾക്കും ജീവിക്കാൻ ഒരു ജോലി വേണം. അതാ ഇവിടെ ജോലിക്ക് കയറിയത്. ആമി, നീ എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്നേ? നിനക്ക് മോൾക്ക് ഒരു കുറവും വരാതെ ഞാൻ പൊന്നുപോലെ നോക്കില്ലേ? അതൊന്നും ശരിയാവില്ല രഘുവേട്ട. അധ്വാനിച്ച് ജീവിക്കുന്നതിന് എനിക്ക് യാതൊരു മടിയുമില്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് ആരോഗ്യക്കുറവില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കാര്യം ആലോചിച്ച് രഘുവേട്ടൻ ടെൻഷൻ ആവണ്ട. ആമി, ഞാൻ നിന്നെ എന്തൊക്കെയോ പറഞ്ഞു. അതിന്റെ ദേഷ്യവും പിണക്കവും നിന്റെ മനസ്സിലുണ്ടാവും എനിക്കറിയാം. എല്ലാം എന്റെ തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിച്ചു പോയതാ. ആമിയോട് ക്ഷമിക്കും. ക്ഷമ ചോദിക്കാനും മാത്രം തെറ്റൊന്നും രഘുവേട്ടൻ എന്നോട് ചെയ്തിട്ടില്ല. ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടുമില്ല. ആമി, ആമി ഇപ്പൊ പറയുന്ന സത്യമാണെങ്കിൽ ഇവിടുത്തെ ജോലി നിർത്തണം. ആമി, ഇതുപോലൊരു സ്ഥാപനത്തിൽ കിടന്ന് കഷ്ടപ്പെടേണ്ട ആളല്ല താൻ. ഇനിയിപ്പോ ജോലി ചെയ്യണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ ആമിക്ക് എന്റെ കമ്പനിയിൽ ജോലി ചെയ്യാം. ഈ ജോലി ചെയ്യാൻ എനിക്ക് യാതൊരു കഷ്ടപ്പാടുമില്ല. എന്റെ കുഞ്ഞിനും എനിക്കും അന്തസ്സായിട്ട് ജീവിക്കാനുള്ള പണം ഇവിടുന്ന് കിട്ടുന്നുണ്ട്. രഘുവേട്ടൻ വെറുതെ ബുദ്ധിമുട്ടണ്ട.